Hi everyone. അപ്പോൾ CST 466 ഡേറ്റ മൈനിങ്ങിന്റെ സെക്കൻഡ് ടോപ്പിക് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ 1.2 OLAP ഓപ്പറേഷൻസ്. സോ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്നാണ് OLAPിനെ നമ്മൾ പറയുന്നതെന്ന് പഠിച്ചു. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ മോഡൽസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ OLTP മീൻസ് ട്രാൻസാക്ഷൻ ഡേറ്റാബേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? സെലക്ട്, ഡിലീറ്റ് അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ OLAP ഓപ്പറേഷൻസിൽ ഒരു മൾട്ടി ഡയമെൻഷണൽ ഡേറ്റാബേസിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഡിഫറെന്റ് ആണ്. അതാണ് റോൾ അപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ്, ഡൈസ് ആൻഡ് പിവോട്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള പോർഷനാണ്. ഓക്കെ, അപ്പൊ റോൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോൾ അപ്പിന്റെ വേറെ പേര് ഡ്രിൽ അപ്പ് എന്നും കൂടിയാണ്. ഇറ്റ് ഈസ് പെർഫോംഡ് ഓൺ ദ ഡേറ്റ ക്യൂ ബൈ എയ്തർ ക്ലൈംബിംഗ് അപ്പ് ദ കോൺസെപ്റ്റ് ഹൈറാർക്കി. എന്ന് പറഞ്ഞാൽ ക്ലൈംബിംഗ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ആണ് അവിടെ ചെയ്യുന്നത് ബൈ ഡൈമെൻഷൻ പ്രൊഡക്ഷൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ഡയമെൻഷണൽ ടേബിൾ ആണ്. ലൊക്കേഷൻ ഉണ്ട്, ടൈം ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പൊ ഇവിടെ റോൾ അപ്പ് ഓൺ ലൊക്കേഷൻ ഫ്രം സിറ്റി ഓർ കൺട്രി. ഓക്കെ, അപ്പൊ നമ്മള് സിറ്റീസ് മാറ്റിയിട്ട് അവിടെ കൺട്രി ആക്കാം. ഇപ്പൊ ന്യൂയോർക്ക്, ടൊറന്റോ, വെഞ്ചോവർ, ചിക്കാഗോ ഒക്കെ എന്താണ്? ചിക്കാഗോയും ന്യൂയോർക്കും US കൺട്രീസ് ആണ്, US സ്റ്റേറ്റ്സ് ആണ്. ടൊറന്റോവും വെഞ്ചോവറും കാനഡയിലെ സ്റ്റേറ്റ്സ് ആണ്. സോ അപ്പൊ എന്താ ചെയ്യാ? റോൾ അപ്പ് ചെയ്യാൻ പറഞ്ഞേക്കണേ സിറ്റീനെ മാറ്റിയിട്ട് കൺട്രിയിലോട്ട്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടും. ബാക്കിയെല്ലാം സെയിം. അപ്പൊ ലൊക്കേഷന്റെ വാല്യൂ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും അല്ലെ? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ US കാനഡയും മാത്രമായിട്ട് മാറും. ഓക്കെ, അതാണ് റോൾ അപ്പ് ഓപ്പറേഷൻസ്. ഇനി ഡ്രിൽ ഡൗൺ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓഫ് റോൾ അപ്പ് ആണ് ചെയ്യുന്നത്. ലെസ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കുക. ലെസ് ഡീറ്റെയിൽസിന് മോർ ഡീറ്റെയിൽഡ്. ഡ്രിൽ ഡൗൺ മീൻസ് ഡീറ്റെയിൽഡ്. അങ്ങനെ ഓർക്കുക, ഡ്രിൽ ഡൗൺ മീൻസ് ഡീറ്റെയിൽഡ്. അപ്പൊ ഡ്രിൽ ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടൈം തന്നേക്കുന്നത് Q1, Q2, Q3 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ 4 ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണെന്ന് വിചാരിക്കും. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് മന്തിലോട്ട് മാറ്റാനാണ് പറയുന്നത്. ഇപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ ഡ്രിൽ ഡൗൺ ഓൺ ടൈം ഫ്രം ക്വാർട്ടേഴ്സ് ടു മന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡേറ്റ് എന്തെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മാറി. ഇനി സ്ലൈസ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്താൽ മതി. ഒരു സബ് ക്യൂബ് മാത്രം എടുക്കുന്നതിനാണ് സ്ലൈസ് അപ്പ് എന്ന് പറഞ്ഞത്. സ്ലൈസ് അപ്പ് ഫോർ ടൈം ഈക്വൽ ടു Q1. അപ്പൊ നമുക്ക് എന്ത് മതി? Q1ന്റെ മാത്രം ഡേറ്റ മതി. അത് 2D മതി. അപ്പൊ Q1ന്റെ മാത്രം ഡേറ്റ, ലൊക്കേഷൻ ഉള്ളതും അതുപോലെ തന്നെ ഐറ്റം, അതിന്റെ ഒരു 2D ഡേറ്റ മാത്രം മതി. അതാണ് സ്ലൈസ് ഓപ്പറേഷൻ. ഇനി ഡൈസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് സബ് ക്യൂബ് ബൈ പെർഫോമിംഗ് സെലക്ഷൻ ഓഫ് 2 or more ഡയമെൻഷൻസ്. 2 or 3 ഡയമെൻഷൻ വെച്ചിട്ട് സെലക്ഷൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു സബ് ക്യൂബ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. സോ ഡൈസ് ഫോർ ലൊക്കേഷൻ ഈക്വൽ ടു ടൊറന്റോ ഓർ വെൻകൂവർ ആൻഡ് ടൈം ഈക്വൽ ടു Q1 ആൻഡ് Q2 ആൻഡ് ഐറ്റം ഈസ് ഈക്വൽ ടു ഹോം ആൻഡ് എന്റർടൈൻമെന്റ്. അപ്പൊ ലൊക്കേഷൻ ടൊറന്റോന്റെയും വാൻജോവറിന്റെയും മതി. അപ്പൊ ടൊറന്റോവും വാൻജോവറും മതി. ആൻഡ് ടൈം അവരുടെ Q1 ഉം Q2 ഉള്ളത് മതി. പിന്നെ ഐറ്റം ഒന്നല്ലെങ്കിൽ ഹോം അപ്ലയൻസസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ. അപ്പൊ ടൊറന്റോ, വാൻജോവർ, Q1, Q2, ഹോം അപ്ലയൻസസും കമ്പ്യൂട്ടറും. അപ്പൊ അത് ഒന്നും കൂടി ഒരു സബ് ക്യൂബ് ആയിട്ട് മാറും. പക്ഷെ അതിൽ കുറച്ചും കൂടി ഓപ്പറേഷൻസ് ഉണ്ട്. സ്ലൈസ് ഡൗണിൽ ഒറ്റൊരു ഓപ്പറേഷനെ പറ്റുള്ളൂങ്കിൽ ഇവിടെ 2 or 3 ഡയമെൻഷൻസ് പറ്റും. ഇനി പിവോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റ് ചെയ്യുക. വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഓർഡർ മാറ്റാനുള്ളതാണ് പിവോട്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ, ഐറ്റം ഒക്കെ കടന്നിരുന്നത്. അതിനെ പിവോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐറ്റം ഇവിടെ വരും, ലൊക്കേഷൻ ഒക്കെ താഴ്ത്തുന്നു. അതാണ് പിവോട്ട് ഓപ്പറേഷൻ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഇതെന്ത് ഓപ്പറേഷൻ എന്ന് ചെയ്യുന്നത്? ഇത് ഡൈസ്, ഇത് പിവോട്ട്, പിന്നെന്താണ് ഡ്രിൽ ഡൗൺ, പിന്നെ റോൾ അപ്പ്. ഡ്രിൽ ഡൗൺ ഓർക്കുമ്പോൾ ഇത് രണ്ടുമാണ് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ്. ഡ്രിൽ ഡൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേബിൾ എന്നുള്ള രീതിക്ക് ഓർക്കാം. ഇനി ഇതിന്റെ പ്രോബ്ലംസ് വരാം എക്സാമിന്. പ്രോബ്ലംസ് എല്ലാം നമുക്ക് വേറൊരു പർട്ടിക്കുലർ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ നമ്മൾ ബേസ് തറോ ആക്കി വെക്കുക. ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണ് OLAP ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്? ഡിഫൈൻ 5 5 ഉണ്ടല്ലോ, ഒരെണ്ണം കൂടി ഉണ്ട്, സ്ലൈസ് ഓപ്പറേഷനും കൂടി ഉണ്ട്. അപ്പൊ ഇതെല്ലാം വേണമെങ്കിൽ ഒരു ഡേറ്റ ക്യൂബ് വെച്ചിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വരക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്, ദാറ്റ് ഇസ് OLAP ഓപ്പറേഷൻസ്. ഇനി നമ്മുടെ തേർഡ് ടോപ്പിക് ആണ് ഡേറ്റ വെയർ ഹൗസ് ആർക്കിടെക്ചർ, ഡേറ്റ വെയർ ഹൗസിംഗ് ടു ഡേറ്റ മൈനിങ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യും.